ഈ മണിക്കൂറിൽ ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്കാണ്. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ ഗവർണർക്ക് പരാതി. അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകിയ പരാതിയുടെ പകർപ്പ് അമൃത വാർത്തകൾക്ക്. സജി ചെറിയാനെതിരായ കേസ് പോലീസ് കൃത്യമായി അന്വേഷിച്ചില്ലെന്നും തെളിവുകൾ ശേഖരിച്ചില്ലെന്നും പരാതിക്കാരൻ വ്യക്തമാക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ശ്രീജിത്ത്, അഡ്വക്കേറ്റ് ബൈജു നോയൽ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ അന്വേഷണത്തിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി അതിവേഗം നടപടികളുമായി പോകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയത്. ഈ പശ്ചാത്തലത്തിൽ ഗവർണർക്ക് ഒരു പരാതി കൂടി എത്തുകയാണ്. എന്താണ് പരാതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? അഖില, വളരെ സുപ്രധാനമായൊരു നീക്കമാണിത്. കാരണം ഭരണഘടനയുടെ 75ാമത് വാർഷികത്തിലെ ആഘോഷങ്ങൾ തുടങ്ങുമ്പോൾ ഭരണഘടനയിലെ മതനിരപേക്ഷം, സോഷ്യലിസ്റ്റ് എന്നീ വിശേഷങ്ങൾ നീക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളുമ്പോഴാണ് മന്ത്രിയായിരിക്കുന്ന സജി ചെറിയാൻ നടത്തിയ വിവാദ പ്രസംഗത്തിൽ ഗവർണറുടെ അടുത്തേക്ക് പരാതി പോയിരിക്കുന്നത്. ഇത് വളരെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായൊരു നടപടിയായി മാറുക തന്നെ ചെയ്യും. കാരണം നേരത്തെ ഹൈക്കോടതിയിൽ തന്നെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഒരു പോലീസിന്റെ റിപ്പോർട്ട്, അതായത് മല്ലപ്പള്ളിയിലെ പ്രസംഗത്തിൽ സജി ചെറിയാൻ കുറ്റക്കാരനല്ല എന്ന രീതിയിൽ പോലീസ് നടത്തിയ പ്രസംഗത്തിൽ അന്വേഷണത്തെ വളരെ കർശനമായും ഗുരുതരമായും നിരീക്ഷിച്ചുകൊണ്ട് ആ ഒരു അന്വേഷണ റിപ്പോർട്ട് തള്ളുകയും പുതിയൊരു അന്വേഷണം വേണമെന്ന ആവശ്യം സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത്. ഇതിനുശേഷം ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണമെന്ന് കോടതി കൃത്യമായി പറയുമ്പോൾ സർക്കാരിനെതിരെ കൂടി ആ ഒരു വിധിയുടെ മുന നീളുകയാണ്. കാരണം ആഭ്യന്തര വകുപ്പിൽ ഉദ്യോഗസ്ഥർക്ക് വിശ്വാസ്യത ഇല്ലാത്ത ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നതെന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലയിലൊരു ഹൈക്കോടതി വിധിയാണ് ആ ഘട്ടത്തിലുണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബൈജു എം നോയൽ, ഈ പരാതിക്കാരനായ അഭിഭാഷകൻ, ഗവർണറെ സമീപിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായും ഭരണഘടനാ വിരുദ്ധ പരാമർശമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അത് DGPക്ക് ആ ഹൈക്കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗവർണർക്കും കൂടി ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇത് 2022 ജൂലൈ 3 പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിലാണ് സജി ചെറിയാൻ വിവാദമായ പ്രസംഗം നടന്നത്. തുടർന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം 2023 ജനുവരി 4 വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അത് ഈ പോലീസ് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് ക്ലീൻ ചിറ്റ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. എന്തായാലും ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവന എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും സജി ചെറിയാൻ ഇപ്പോഴും മന്ത്രിയായി തുടരുകയാണ്. ആ ഘട്ടത്തിലാണ് വീണ്ടും ഒരു പരാതിയായി ശ്രീജിത്ത്, ഈ കൃത്യമായ തെളിവുകളോ അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണമോ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്ന് ഹൈക്കോടതി തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇക്കാര്യം തന്നെയാണ് പരാതിക്കാരനും ഈ ഗവർണർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പെൻഡ്രൈവ് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തിയില്ല, അല്ലെങ്കിൽ ആ പരിശോധനയുടെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ള പരാമർശമൊക്കെ കോടതി നടത്തിയതാണ്. തീർച്ചയായും അത് തന്നെയാണ് ആ കാര്യങ്ങൾ തന്നെയാണ് കോടതി കണ്ടെത്തി, കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയാണ് ഗവർണറിലേക്ക് പരാതിയായി പോയിരിക്കുന്നത്. അതായത് ഗവർണറുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ വേണമെന്നാണ് ഇപ്പോൾ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്.